2025 പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ വോട്ട് ചോറി ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെയും കടത്തിവെട്ടും വിധം പ്രതിപക്ഷം സഞ്ചാർ സാത്തി ആപ്പിനെതിരെ അതിശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിനുള്ളിലും പുറത്തും അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ വ്യക്തികളുടെ സ്വകാര്യതകളെ സർക്കാർ കയ്യിലെടുക്കാൻ ശ്രമിക്കുന്ന സഞ്ചാർ സാത്തി ആപ്പിൻ്റെ അപകടം മാധ്യമങ്ങളോട് വ്യക്തമായി വിവരിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാർ പറയുന്നത് രാജ്യത്തുള്ള മുഴുവൻ ഫോണുകളിലേക്കും സാംസങ്, ആപ്പിൾ തുടങ്ങിയ മുഴുവൻ ഫോണുകളിലേക്കും മാർച്ച് 2026 മുമ്പ് സഞ്ചാർ സാത്തി ആപ്പ് ആഡ് ചെയ്തുകൊണ്ട് മാത്രമേ ഇനി ഫോൺ വിപണിയിൽ ഇറക്കാവൂ എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുമ്പോൾ ടെലികോം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുൻ കോൺഗ്രസ്സുകാരൻ ജ്യോതിരാജ് സിന്ധ്യ, നിലവിൽ മധ്യപ്രദേശിലെ BJPയുടെ പ്രധാനപ്പെട്ട മുഖം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന സഞ്ചാർ സാത്തി ആപ്പ് ഒഴിവാക്കാം എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഫോണുകൾ വാങ്ങുന്ന എല്ലാവരുടെയും സോഫ്റ്റ്വെയറിനുള്ളിലേക്ക് ഫോണുകൾ ഉപയോഗിക്കുന്നവരുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാൻ കഴിയും വിധമുള്ള ഒരു സർവിലൻസ് ആപ്ലിക്കേഷൻ വേണമെന്ന് സർക്കാർ വാശി പിടിക്കുന്നത്? ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇതിനു മുമ്പ് പെഗാസസുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലും ഇന്ത്യയിലും സജീവമാകുകയുണ്ടായി. പെഗാസസ് എന്ന് പറയുന്നത് ഇസ്രയേലിലെ NSO എന്ന് പറയുന്ന ഒരു കമ്പനി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകൾക്ക് വേണ്ടിയും മറ്റ് രഹസ്യ ഏജൻസികൾക്ക് വേണ്ടിയും ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയർ അത് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ അറിവ് പോലും ഇല്ലാതെ അവരുടെ ഉപകരണങ്ങളിൽ, പ്രത്യേകിച്ച് ലാപ്ടോപ്പ് പോലെയുള്ള ഫോണുകൾ പോലെയുള്ള ടാബുകൾ പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്ക് കടന്നു വന്ന് അവരുടെ രഹസ്യങ്ങൾ സർക്കാരിന് എടുക്കും വിധമുള്ള ഒരു രഹസ്യ സംവിധാനം, അത് ഇന്ത്യയിലെ 300-ലധികം ആളുകളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി സർക്കാരുകൾക്ക് കൈമാറി എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. പെഗാസസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തിരക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്, അവർ പറയുന്നത് ഞങ്ങൾ ഈ ആപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് രാജ്യങ്ങളുടെ സുരക്ഷിതത്വത്തെ മാനിച്ച് സർക്കാരുകൾക്ക് അത് വാങ്ങി ഉപയോഗിക്കാൻ അവസരമുണ്ടാക്കും എന്ന രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പെഗാസസ് വാങ്ങി ഉപയോഗിക്കാൻ അവസരമുണ്ടാക്കാതെ, എന്നാൽ ലോകത്തിലെ വിവിധ സർക്കാർ സംവിധാനങ്ങൾക്ക് ആ രാജ്യത്തെ സർക്കാരുകളെ വിമർശിക്കുന്നവരുടെ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുവാൻ ഇസ്രയേൽ അവരുടെ മൊസാദ് പോലെയുള്ള തീവ്രമായ രഹസ്യ സംഘടനകൾ ബോധപരമായി ഉണ്ടാക്കിയ ഒരു ആപ്പ് ഇന്ത്യൻ സർക്കാരിൻ്റെ സഹായത്തോടെ അല്ലാതെ ഇന്ത്യയിൽ വരില്ല എന്നിരിക്കെ ആ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പലരുടെയും രഹസ്യങ്ങൾ ചോർത്തപ്പെട്ടു എന്ന് വലിയ വിവാദങ്ങൾ രാജ്യത്തുണ്ടായി. പ്രത്യേകിച്ച് ഭീമ കൊറേഗ വിഷയവുമായി ബന്ധപ്പെട്ട് എൽഗാർ പരിഷത്തിൻ്റെ പ്രവർത്തകനായ റോണ വിൽസൻ്റെ ലാപ്ടോപ്പിലേക്ക് ഇത്തരത്തിൽ 22 അപകടകരമായ ഫയലുകൾ എത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നത്. സമാനമായ സംഭവം സ്റ്റാൻ സ്വാമിയുടെ ലാപ്ടോപ്പിലും സംഭവിച്ചു എന്നിരിക്കെ ഈ വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലെത്തുമ്പോൾ ആ കേസിൽ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് പെഗാസസ് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അവസരമുണ്ടാക്കിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിയാതെ കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മകമായ നിലപാട് കൊണ്ട് അതിൽ പൂർണ്ണമായ ഒരു വിധി പറയുവാൻ സുപ്രീം കോടതി ഇപ്പോഴും വൈകി നിൽക്കുന്നു. ചുരുക്കത്തിൽ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ സംവിധാനമാണ് എന്ന് മാത്രമല്ല, അത് 2017 അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പുട്ടസ്വാമി കേസിൽ സുപ്രീം കോടതി നടത്തിയ വിധിയിൽ വ്യക്തികളുടെ സ്വകാര്യത നമ്മുടെ മൗലിക അവകാശമാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞ വിധിയിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള അവരുടെ മൗലിക അവകാശത്തിൽ സർക്കാരുകൾക്ക് ഇടപെടാൻ അവസരമില്ല എന്ന് വ്യക്തമാക്കിയതിന് ശേഷവും ഇതാ സഞ്ചാർ സാത്തി പോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തികളുടെ സ്വകാര്യതകളിലേക്ക് സർക്കാരിന് ഇടപെടാൻ അവസരമുണ്ടാക്കുന്ന ഈ ഒളിഞ്ഞു നോട്ടം
യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ അവകാശങ്ങളെ തന്നെ അട്ടിമറിക്കുകയാണ്. ഇപ്പോൾ സൗദി അറേബ്യ പോലെ രാജ്യങ്ങൾ എങ്ങനെയാണ് അവരെ വിമർശിച്ചുകൊണ്ടിരുന്ന വാഷിങ്ടൺ ടൈംസിൻ്റെ പ്രതിനിധിയായ ജമാൽ ഖഷോഗിയുടെ വിവരങ്ങൾ ചോർത്തിയെന്ന് നമുക്കറിയാം. അതിനവർ ഉപയോഗിച്ചത് ഈ പറയുന്ന പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണെന്ന് വാഷിങ്ടൺ ടൈംസ് തന്നെ പിന്നീട് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തെ സൗദി രാജഭരണം കൊലപ്പെടുത്തുന്നത്. അങ്ങനെ വളരെ അപകടകരമായ പല രഹസ്യ വിവരങ്ങൾ ചോർത്തൽ രീതികൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലെ ജനാധിപത്യ വിരുദ്ധ രാജ്യങ്ങൾ നടപ്പാക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ സ്വകാര്യതകൾ സംരക്ഷിക്കുവാൻ മൗലികമായ അവസരങ്ങൾ ഉണ്ടെന്നിരിക്കെ ഇതിനെയൊക്കെ കാറ്റിൽ പറത്തും വിധം കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെ സമ്പൂർണ്ണമായും അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അതിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ആ പ്രതിഷേധത്തിനെ പരമാവധി ആ പ്രതിഷേധത്തെ കുറച്ചു കൊണ്ടുവരുവാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് ഒഴിവാക്കാം എന്നൊരു ക്ലോസ് കൂടി കേന്ദ്ര സർക്കാർ പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അതേസമയം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തെ ഇന്നാരെങ്കിലും ഉപയോഗപ്പെടുത്തിയാൽ അത് കണ്ടെത്തി അവരെ ശിക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടെന്നിരിക്കെ ഈ പറയുന്ന സഞ്ചാർ സാഥി ആപ്പ് പോലെയുള്ള എല്ലാവരുടെയും രഹസ്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നത് ഫാഷിസത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ ജനങ്ങൾ തിരിച്ചറിയും.